ഹലോ ഗായ്സ്, ടർബോ മമ്മൂക്കയുടെ ടർബോ. യെസ്, അപ്പോൾ മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്റ്റോറിയിൽ വൈശാഖ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മമ്മൂട്ടിയുടെ സ്വന്തം കമ്പനി മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന ടർബോ ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പടം, മനസ്സിലായോ? ഭയങ്കര ബുദ്ധി കൊണ്ട് കാണേണ്ട പടമാണെങ്കിൽ ഇല്ല, വിട്ടുകളാ, എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു പടം. പക്ഷേ മമ്മൂട്ടിയുടെ മാസ് കാണണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായും പോയിക്കോളൂ, ഒരു രക്ഷയില്ല, കിടിലം പടം. നമ്മുടെ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. പ്രൊഡക്ഷൻ ഓഫ് കോഴ്സ് നമ്മുടെ മമ്മൂട്ടിയുടെ സ്വന്തം മമ്മൂട്ടി കമ്പനി. സ്റ്റോറി മിഥുൻ മാനുവൽ തോമസ്. ഓഫ് കോഴ്സ് മിഥുൻ മാനുവൽ തോമസ് ഇതിനകത്ത് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി മേക്കിങ്ങിലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിൽ മിഥുൻ മാനുവൽ തോമസും പണിയെടുത്തിട്ടുണ്ട്. പിന്നെ വൈശാഖിനെ അറിയാമല്ലോ, പിന്നെ ആളുടെ ഒരു പടം തന്നെയാണ്, ആളുടെ മൂവിയാണ്, വൈശാഖിൻ്റെ മൂവിയായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റിയ കാര്യം. വൈശാഖിൻ്റെ ഒരു ജോണർ ഉണ്ടല്ലോ, എങ്ങനെയാണ് പടത്തിനെ കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ പടവും പോയിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ മമ്മൂക്ക ഒരു രക്ഷയില്ല. എനിക്കറിയില്ല ഈ ഒരു ഏജിൽ ഇങ്ങനെ ഇടിയോടിടിയാണ് പടത്തിൽ, ഇടിയോടിടി. ഈ ഒരു പ്രായത്തിൽ ഇത്രയും ആക്ഷൻ രംഗങ്ങൾ, ഈവൻ എത്ര ഡ്യൂപ്പ് ഉണ്ടാവുമല്ലോ, ഓഫ് കോഴ്സ് ഉണ്ടാവും, ആയിക്കോട്ടെ. പക്ഷേ ഒരു ക്ഷീണം വേണ്ട ആൾക്ക്, അല്ലേ? ഐ മീൻ, വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കട്ടെ, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, നമ്മളങ്ങനെയല്ല ഉദ്ദേശിച്ചേട്ടാ. ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇഷ്യൂ എവിടെയും ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കാണുന്നില്ല. അതേപോലെ തന്നെ ഇടിക്കൊരു എണ്ണമില്ല ഇതിനകത്ത്, എത്ര ഇടിയാണെന്നറിയാം. പക്ഷേ എല്ലാം അടിപൊളി. നമ്മുടെ സ്റ്റണ്ട് മാസ്റ്ററുടെ പേര് ഫീനിക്സ് പ്രഭു, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ടായിരുന്നു, നോർമലി ആക്ഷൻ രംഗങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റണ്ട് മാസ്റ്ററിനെ നമ്മൾ പോവും, പക്ഷേ ഈ പടം തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ, അതായത് ആ പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ആളുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ആൾ ബാക്കപ്പായി പോയത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിനകത്തൊരു തെറ്റുമില്ല പറഞ്ഞതിൽ, അത് കറക്റ്റ് കാര്യമാണ്. പിന്നെ നമുക്കിതിൻ്റെ മ്യൂസിക്കിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്റ്റോ സേവിയർ ആ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മമ്മൂക്കേനെ കാണിക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു നമ്മുടെ ആ ഒരു ടർബോയുടെ ഫീൽ കൊടുക്കാനായിട്ട് ഒരു വൂം ഉണ്ട്. അതൊരു രസമാണ് ആക്ച്വലി. നമുക്ക് ആ ഒരു സാധനം നമുക്ക് ഇങ്ങനെ തരും, നമുക്ക് ഒരു ഫീല് കൊണ്ടുവരും ആ വൂമിൽ. പിന്നെ സിനിമാറ്റോഗ്രഫി അപാര സിനിമാറ്റോഗ്രഫിയാണ്, അടിപൊളിയാണ്. ഈവൻ ഈ സ്റ്റണ്ടിലൊക്കെ ആയാലും ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് പലപ്പോഴും, ഇപ്പം ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കും, എല്ലാവരും ശ്രദ്ധിക്കും. എന്നിരുന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. വിഷ്ണു ശർമ്മ അടിപൊളിയായിട്ട് തന്നെ ആ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ എഡിറ്റർ ഷമീർ മുഹമ്മദ് എഡിറ്റർ നല്ല രീതിയിൽ തന്നെ കേട്ടോ. അതായത് എവിടെയും നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എഡിറ്റിങ്ങിൽ എബൌട്ട് എത്രയായിരുന്നു 152 മിനിറ്റ്സ്, അതായത് 3 hours അടുത്ത്, 2 മണിക്കൂർ 50 മിനിറ്റ് അടുത്താണ്, 52 മിനിറ്റ് ഐ തിങ്ക് ആണ് മൂവി ഉള്ളത്. അപ്പോൾ അതിൽ എവിടെയും നമുക്കൊരു ലാഗ് വരാതെ തന്നെ, അല്ലെങ്കിൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, എഡിറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിനകത്തെ കാസ്റ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാറിങ് ഓഫ് കോഴ്സ് മമ്മൂക്കയാണ്, അറിയാമല്ലോ, അതിനകത്തൊന്നും പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക ഇതിനകത്തൊക്കെ നിറഞ്ഞാടിയിരിക്കുകയാണ്. എന്താ പറയുക, ആക്ഷൻ ആയിക്കോട്ടെ, അഭിനയമായിക്കോട്ടെ, ഒരു പോയിന്റിൽ നമുക്കൊന്നും പറയാനില്ല ആ ഒരു കാര്യത്തിൽ. ഒരു പോയിന്റിൽ അത് ഇത്തിരി നന്നാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഒരിത്തിരി, അങ്ങനെ ഒന്നുമില്ല. അത്രയ്ക്ക് ക്ലീനായിട്ടാണ് മമ്മൂക്കയുടെ ആ ഒരു ഭാഗം ഡീൽ ചെയ്തിരിക്കുന്നത്. ആളെ ക്യാരക്ടറിലേക്ക് അതായത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിനകത്തെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഈ ഒരു ക്യാരക്ടറിലേക്കുള്ള ആളുടെ മാറ്റം, അത് ഭയങ്കര ചേഞ്ച് തന്നെയാണ്. അതിനെ പുള്ളി അങ്ങോട്ട് ആ ബോഡിയിലേക്ക് ആവാഹിച്ചിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത്. എവിടെയും ഒരു മിസ്റ്റേക്ക് ഇല്ല. ഈവൻ സ്ലാങ്ങിലായിക്കോട്ടെ പക്ക ഇടുക്കിക്കാരനായിട്ട് തന്നെയാണ് മമ്മൂട്ടി ഇതിനകത്തേക്ക് വരുന്നത്. ഇടുക്കി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു ആൾ. അപ്പോൾ ആ ഒരു സ്ലാങ്ങിലും എല്ലാത്തിലും ആ ഒരു രീതി പുള്ളി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ആളുടെ 2 ഇൻട്രോകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രോകളുണ്ട്, 2 ഇൻട്രോകളുണ്ട് മമ്മൂട്ടിക്ക്. ഓക്കെ ഫൈൻ, 2 ഇൻട്രോകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ
പള്ളിയിലേക്ക് വരുന്ന ഒരു സീനുണ്ട്, അമ്പോ മാസം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതാണ് ആക്ച്വലി പുള്ളിയുടെ ശരിക്കുള്ള പടത്തിലേക്കുള്ള ഇൻട്രോ. അത് സീനാണ്, ചെറിയ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണത്. പിന്നെ ക്ലൈമാക്സ്, മെയിൻലി പറയേണ്ട സാധനമാണ് ക്ലൈമാക്സിനകത്ത് എൻ്റെ മോനെ മമ്മൂട്ടി അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങേരെ കൊണ്ട് ഞാൻ എനിക്കറിയാൻ വയ്യ, പുള്ളി അങ്ങ് നിറഞ്ഞാടുകയാണ് അതിനകത്ത് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ആരാ, രാജ്ബി ഷെട്ടി, ഓഫ് കോഴ്സ് നമ്മുടെ വില്ലൻ. അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ഇൻട്രോയൊക്കെ ചുമ്മാ മാസ്, ഒരുമാതിരി ഒരു KGF സ്റ്റൈലായിരുന്നു പുള്ളിയുടെ ഇൻട്രോയൊക്കെ. BGM-ലും മൊത്തത്തിലുള്ള ഇൻട്രോയൊക്കെ KGF മാസായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് മമ്മൂക്കയായിട്ട് നോക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് പറ്റിയ ഒരു വില്ലനായോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട്. രാജ്ബി ഷെട്ടി ഈ പടത്തിലേക്ക് നല്ല രീതിയിൽ ആൾക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിനെ നല്ല രീതിയിൽ പുള്ളി ഡീൽ ചെയ്തിട്ടുണ്ട്. നല്ല ആ ക്യാരക്ടർക്കുള്ള ഒരു സൈക്കോ തരമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മമ്മൂട്ടിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആളെ ഒരു വില്ലനായിട്ട് ഇത് മമ്മൂട്ടിയാണെങ്കിൽ ഇത് രാജ്ബി ഷെട്ടി അല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലായോ, ആ ഒരു ഫീൽ എനിക്ക് കിട്ടി കേട്ടോ. അതായത് പുള്ളി അത് വില്ലൻ ആയിട്ടത് പോരാ എന്നൊരു തോന്നൽ എനിക്ക് വന്നിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം കേട്ടോ, മമ്മൂട്ടിയോടുള്ള എൻ്റെ ഒരു ആരാധനയുടെ ഒരു പ്രശ്നമായിരിക്കാം, മേ ബി, ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി. അതും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ അഞ്ജന ജയപ്രകാശ് അതിനകത്ത് ഇപ്പോൾ ഒരു മെയിൻ റോള് ചെയ്യുന്നയാളാണ് അഞ്ജന ജയപ്രകാശ്. ആളുടെ ഒരു പോർഷനും ആൾ നന്നായിട്ട് തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇമോഷൻ സീൻസിലൊക്കെ ആയാലും അതിനെ ഒരു മെച്യൂർഡായിട്ടുള്ളൊരു രീതിയിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ശബരീഷും ഈ മൂവിയിൽ അത്യാവശ്യം നല്ല ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ആളും ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കോമഡി അല്ലെങ്കിൽ ആ ഒരു ഹാപ്പി മൂഡിലും അല്ലാത്ത ടൈമുകളിലും ഒക്കെ കൃത്യമായിട്ട് തന്നെ എവിടെയും നമ്മളെ മടുപ്പിക്കാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കോമഡി ഈ പടത്തിനകത്ത് നമ്മൾ ഫുള്ളി മാസ് അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ആവശ്യത്തിന് കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം മമ്മൂക്കയുടെ ആയാലും ഒക്കെ കോമഡി അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പള്ളിപ്പെരുന്നാളിൻ്റെ അത് സെറ്റൊക്കെ ആയാലും അടിപൊളി. ആർട്ട് ചെയ്തിരിക്കുന്ന ആളുടെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ആർട്ടും അടിപൊളിയാണ്. ഇതിൻ്റെ ആർട്ട് നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു പോയ ആ ഒരു ഇത് തന്നെ എനിക്ക് കിട്ടി. ഈ പടത്തിന് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു മൂവി കൂടിയാണ് ടർബോ. ഇതിൻ്റെ ഓരോ ട്രെയിലർ വരുന്നു, ഫസ്റ്റ് ലുക്ക് വരുന്നു, ഇതിൻ്റെ ഓരോ മൊമെൻറ്റിലും എന്താണ് എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ വേറൊരാളെ വിട്ടുപോയി, നത്ത്. എൻ്റെ ഒരു സുഹൃത്തൂടെയാണ് കേട്ടോ നത്ത്. അപ്പോൾ നത്തിനെ പറ്റി മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചെറിയൊരു റോളാണെങ്കിലും ആളതിനെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ട് ഡീൽ ചെയ്ത് അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നത്ത്. പിന്നെ എല്ലാവരും ഇത് നല്ല സൗണ്ടൊക്കെ ഉള്ള നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാര്യം ഇതിൻ്റെ ആ ഒരു ഫുൾ ഫീല് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നല്ല തിയേറ്ററുകളിൽ തന്നെ പോയി കണ്ടാലേ കിട്ടുള്ളൂ. ഈ OTTക്ക് വേണ്ടിയൊന്നും ആരും വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഞാനിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇനി എന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. എൻ്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തിരുത്തുകളോ ഉണ്ടെങ്കിൽ വന്ന് പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ.